കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ തകർന്ന ക്ലോക്ക് ടവറിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നത് തുടരുകയാണ്. അപകടാവസ്ഥയിലുള്ള ഭാഗം പൊളിച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ ഘട്ടം ഘട്ടമായി പുരോഗമിക്കുന്നു. ഒരു ട്രെയിൻ ഒഴികെ ബാക്കിയെല്ലാം സമയബന്ധിതമായ സർവീസ് നടത്തുന്നുണ്ട്. കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ വെസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ സർവീസ് അവസാനിപ്പിച്ച് ഉച്ചയ്ക്ക് 2:05 വെസ്റ്റിൽ നിന്ന് കണ്ണൂരിലേക്ക് പുറപ്പെടും. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ ട്രെയിൻ ഗതാഗതത്തെ കാര്യമായി ബാധിച്ചിട്ടില്ല. ഇന്നലത്തേതുപോലെ ഇന്നിപ്പോൾ ട്രെയിനുകൾ ഓടുന്നു അല്ലേ? സ്മൃതി, തീർച്ചയായിട്ടും ട്രെയിനുകളൊക്കെ തന്നെ കൃത്യസമയത്ത് വന്നു പോകുന്നുണ്ട്. ഒരു ട്രെയിൻ മാത്രമാണ് വെസ്റ്റിൽ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്നത്. അത് കണ്ണൂർ കോഴിക്കോട് പാസഞ്ചറാണ്. രാവിലെ വന്ന് വെസ്റ്റിൽ സർവീസ് അവസാനിപ്പിച്ചു. ഉച്ചയ്ക്ക് 2:05 അത് വെസ്റ്റിൽ നിന്നായിരിക്കും കണ്ണൂരിലേക്ക് പുറപ്പെടുക. ബാക്കി എല്ലാ ട്രെയിനുകളും കൃത്യമായി 4 ട്രാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സർവീസ് നടത്തുന്നു. ഞാൻ നിൽക്കുന്ന ഈ 1-ാം ട്രാക്കിൽ നിന്ന് നോക്കിയാൽ കാണാം, ആ കെട്ടിടം ഇപ്പോഴും 3 തൊഴിലാളികൾ മുകളിൽ നിന്നുകൊണ്ട് ഡ്രില്ലർ ഉപയോഗിച്ചുകൊണ്ട് പതുക്കെ പൊളിച്ചിറക്കുകയാണ്. ഏകദേശം 1.25 മീറ്ററോളം ആ കെട്ടിടം പൊളിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗം പൊളിച്ച് താഴോട്ട് ഇറക്കാനോ അല്ലെങ്കിൽ ബാക്കി ഇടിച്ചിടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചിരുന്ന ക്ലോക്ക് ടവറാണ് ഇത്. പൊളിച്ചു മാറ്റാനുള്ള നടപടികളിലേക്ക് റെയിൽവേ കടക്കുകയാണ്. ഇന്നലെ അത് പൊളിച്ചു മാറ്റാൻ ആലോചിക്കുമ്പോഴാണ് തകർന്നു വീണതല്ലേ? തീർച്ചയായിട്ടും 138 വർഷം പഴക്കമുള്ള കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ തന്നെ ഒരു ഐഡന്റിറ്റിയായ ക്ലോക്ക് ടവറാണ്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ക്ലോക്ക് ടവറാണ്. ഈ സ്റ്റേഷൻ്റെ സമഗ്രമായ വികസനം നടക്കുകയാണ്. എയർപോർട്ട് മോഡൽ മാതൃകയിൽ വികസിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന് തീരുമാനം. അതുമായി ബന്ധപ്പെട്ട് പൈലിംഗ് ഉൾപ്പെടെ നടന്നു വരുന്ന ഘട്ടത്തിലാണ് ഈ 138 വർഷം പഴക്കമുള്ള ക്ലോക്ക് ടവറിന് വിള്ളൽ കണ്ടെത്തിയത്. 3 മാസം മുൻപ് തന്നെ ബലക്ഷയമുണ്ടെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. 2 സെന്റിമീറ്റർ വീതിയിലൊക്കെ തന്നെ നീളത്തിൽ തന്നെ വിള്ളൽ കണ്ടെത്തിയിരുന്നു. റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഇത് പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പൊളിച്ചു മാറ്റുന്ന നടപടിയിലേക്ക് കടന്നിരുന്നില്ല. ഇന്നലെ 11:10 കെട്ടിടം ടവർ പകുതിയോളം അടർന്ന് പൊട്ടി താഴോട്ട് വീഴുന്നത്. ആ സമയത്ത് റെയിൽവേ അധികൃതർ പറഞ്ഞത് ഇന്നലെ മുതൽ പൊളിച്ചു മാറ്റാനിരുന്ന കെട്ടിടമായിരുന്നുവെന്ന് അവർ വിശദീകരിക്കുന്നു. പക്ഷേ അത് ശരിയാണ്, പൊളിക്കാനിരുന്ന കെട്ടിടമാണ്. പക്ഷേ ഇന്നലെ തകർന്ന് വീണ അതേ ദിവസം തന്നെ പൊളിക്കാനിരുന്ന കെട്ടിടമായിരുന്നു എന്നാണ് അധികൃതർ വിശദീകരിച്ചത്. പക്ഷേ അങ്ങനെയെങ്കിൽ ആ 2ാമത്തെ ട്രാക്കിൽ കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ ട്രെയിൻ അവിടെ നിർത്തിയിട്ടുണ്ടായത്. അങ്ങനെ പൊളിക്കാനിരുന്ന കെട്ടിടത്തിന്റെ ചുവട്ടിൽ എന്തിന് ട്രാക്കിൽ ട്രെയിൻ നിർത്തിയിട്ടുന്ന ചോദ്യത്തിന് മാത്രം റെയിൽവേക്ക് ഉത്തരം നൽകാൻ സാധിച്ചിരുന്നില്ല. ഏതായാലും കെട്ടിടം തകർന്നു വീണു. തലനാരിക്കാണ് വലിയ അപകടം ഒഴിവായത്. ആരും അവിടെ ജീവനക്കാരോ യാത്രക്കാരോ ആരും തന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ഏതായാലും പകുതി അവിടെ അവശേഷിക്കുന്ന ടവറിന്റെ ബാക്കി ഭാഗം വലിച്ച് തള്ളിയിടാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു. അതോടുകൂടിയാണ് ഇപ്പോൾ ഡ്രില്ലർ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികൾ അതിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് പൊളിച്ചു മാറ്റുന്നത്. ഏതായാലും മഴയില്ലാത്തത് കൊണ്ട് തന്നെ ആ ജോലികൾ പുരോഗമിക്കുകയാണ്. ട്രെയിൻ ഗതാഗതത്തെ ഇത് ബാധിച്ചിട്ടില്ല. 2-3 ട്രാക്കുകളിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചിട്ടുണ്ട്. 1-4 ട്രാക്കുകളിലൂടെ മാത്രമാണ് ട്രെയിനുകൾ കടത്തിവിടുകയും ചെയ്യുന്നത്. സ്മൃതി, ശരി സിനോജ്, ഏതായാലും ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് യാത്രക്കാർക്ക് ആശ്വാസകരമാണ്. ഏതായാലും ആ ക്ലോക്ക് ടവറിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന നടപടി വേഗത്തിലാക്കിയിരിക്കുന്നു.